നമസ്കാരം. കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും മോദി തന്നെ സർക്കാർ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബി.ജെ.പിയുടെ പ്ലാൻ ബി അതാണ് കേട്ടോ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം നഷ്ടപ്പെടാനുള്ളത് ബി.ജെ.പിക്കും അവരുടെ മുന്നണിക്കും മാത്രമാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം 80 ലോക്സഭാ അംഗങ്ങളുള്ള യു.പിയിലടക്കം രാജ്യത്തെ ബഹുഭൂരിപക്ഷം സീറ്റുകളും 2019 തൂത്തുവാരിയിരിക്കുന്നത് ബി.ജെ.പി സഖ്യമാണ്, അതായത് എൻ.ഡി.എ സഖ്യം. പ്രതിപക്ഷ പാർട്ടികളിൽ കോൺഗ്രസ് 52 സീറ്റ് നേടിയപ്പോൾ DMK മത്സരിച്ച 24 സീറ്റുകളിലും വിജയിക്കുകയുണ്ടായി എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. തൃണമൂൽ കോൺഗ്രസിന് 22 സീറ്റുകളും സമാജ്വാദി പാർട്ടിക്ക് 5 സീറ്റുകളുമാണ് ആ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്നത്. ഇടത് പാർട്ടികൾക്കും NCPക്കും 5 സീറ്റുകൾ വീതവും JMM AAP പാർട്ടികൾക്ക് ഓരോ സീറ്റുകളുമാണ് 2019 ലഭിച്ചത്. മറ്റ് പ്രധാന പ്രതിപക്ഷ പാർട്ടികളായിട്ടുള്ള YSR കോൺഗ്രസും ബിജു ജനതാദളും നിലവിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ്. ഈ രണ്ട് പാർട്ടികൾ നേട്ടമുണ്ടാക്കിയാൽ അതും ബി.ജെ.പിയുടെ അക്കൗണ്ടിലേക്ക് പോകുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി ഈ ശിവസേനയിലെ പിളർപ്പോടുകൂടി ഈ വിഭാഗത്തിൻ്റെ പിന്തുണയും മോദി സർക്കാരിനാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വിഭാഗം എന്ന് പറയപ്പെടുന്നത് മോദിയോടൊപ്പമാണല്ലോ, അതുകൊണ്ട് ആ വിഭാഗം, ഷിൻഡെ വിഭാഗം, ഇതാണ് ഇതുവരെയുള്ള അവസ്ഥയെങ്കിൽ 2024 തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ചിത്രം വലിയ രൂപത്തിൽ തന്നെ മാറുകയാണ്, അല്ലെങ്കിൽ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ കൂട്ടായ്മയായിട്ടുള്ള ഇന്ത്യ സഖ്യം വന്നതാണ് ബി.ജെ.പിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. NDA ഘടകകക്ഷികളിൽ JDU കഴിഞ്ഞ തവണ മത്സരിച്ച 17 സീറ്റുകളിൽ 16 സീറ്റുകൾ നേടിയ JDU ഇത്തവണ വലിയ തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇതുൾപ്പെടെ ബീഹാറിലെ 40 സീറ്റുകളിൽ 39 സീറ്റിലും കഴിഞ്ഞ തവണ വിജയിച്ച BJP മുന്നണിക്ക് ഇന്ത്യ മുന്നണി ഉയർത്തുന്നത് വലിയ വെല്ലുവിളിയാണ് എന്ന് പറയേണ്ടി വരും. ഇനി പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ തവണ നേടിയ 18 സീറ്റുകൾ നിലനിർത്താനും പുതിയ സാഹചര്യത്തിൽ BJPക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. 48 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന മഹാരാഷ്ട്രയിലും ഇന്ത്യ മുന്നണി ഏറെ ശക്തമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 80 ലോക്സഭാ സീറ്റുകളുള്ള UP കഴിഞ്ഞ തവണ BJP സഖ്യം തൂത്തുവാരിയെങ്കിലും ഇന്ത്യ സഖ്യം ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടെ ഇത്തവണ എത്രമാത്രം ആ വിജയം തുടരാൻ കഴിയുമെന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇനി രാജസ്ഥാൻ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ അവിടെയും BJP തരംഗമാണ് കഴിഞ്ഞ തവണ ആഞ്ഞടിച്ചത് എന്നുള്ളതാണ്. ഇതിൽ ഏതാനും സീറ്റുകളിൽ അട്ടിമറി വിജയം നേടാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞാൽ പോലും അത് വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയേണ്ടി വരും. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ആണെങ്കിൽ ഈ ഡൽഹിയിലും ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിയാണ് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ നേടിയ 5 സീറ്റുകളിൽ നിന്നും വലിയ മുന്നേറ്റം ഇടത് പാർട്ടികളും ഇത്തവണ നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ സാധ്യതയിലേക്കാണ് പോകുന്നത്. കേരളം, പശ്ചിമ ബംഗാൾ, ബീഹാർ, രാജസ്ഥാൻ, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഉള്ളത്. കേരളത്തിൽ സീറ്റുകൾ കുറഞ്ഞാലും കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിന് നേട്ടമുണ്ടാക്കുവാൻ കഴിയും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. മഹാരാഷ്ട്ര, ശിവസേന, ഉദ്ധവ് വിഭാഗം കരുത്ത് തെളിയിക്കുക തന്നെ ചെയ്യും. ബീഹാറിൽ RJDക്കൊപ്പം ഇടത് പാർട്ടികളും വലിയ നേട്ടം കൊയ്യുവാനുള്ള സാധ്യതയുണ്ട്. തമിഴകവും ഇന്ത്യ സഖ്യം തൂത്തുവാരാനാണ് സാധ്യത. ഇതാണ് ദക്ഷിണേന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ. ഇത്തരമൊരു റിസൾട്ടിനുള്ള സാധ്യത BJP നേതൃത്വത്തിൻ്റെ ചങ്കിടിപ്പിക്കുന്നതാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് അവർ അവസാന നിമിഷം തിരഞ്ഞെടുപ്പ് അജണ്ട തന്നെ മാറ്റാൻ നിർബന്ധിതമായിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 400 സീറ്റിന് മുകളിൽ എന്ന മോദിയുടെ സ്വപ്നം എന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. 400 സീറ്റ് ലഭിക്കില്ല. അപ്പോഴും പക്ഷേ BJPയെ നിസ്സാരമായി കാണാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അവരെന്തായാലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് എത്തിയാൽ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവിനെ സർക്കാർ ഉണ്ടാക്കാൻ വിളിക്കണമെന്ന നിർദ്ദേശമാണ് BJP മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. രാഷ്ട്രപതിയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടതെങ്കിലും BJPക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കുവാൻ എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകില്ല. അവിടെയാണ് BJPയുടെ പ്ലാൻ ബിക്ക് തുടക്കമാകുക എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളെ അടർത്തിയെടുക്കുവാൻ പരമാവധി ശ്രമങ്ങൾ BJP നടത്താൻ പോകുന്നത്. ഒരു തിരഞ്ഞെടുപ്പ് മുന്നണി മാത്രമാണ് ഇന്ത്യ മുന്നണി എന്നതിനാൽ തന്നെ ഇതിലെ ഘടകകക്ഷികളിൽ പലതിനെയും അടർത്തിയെടുക്കുവാൻ BJP വിചാരിച്ചാൽ സാധിച്ചേക്കും. ഇടതുപക്ഷ പാർട്ടികൾ ഒഴികെ രാജ്യത്തെ മറ്റൊരു പാർട്ടിയും പ്രത്യയശാസ്ത്രപരമായ എതിർപ്പുകൾ BJPയോട് കാണിക്കാത്തവരാണ്. കോൺഗ്രസ് നേതാക്കൾ വേണമെങ്കിൽ കൂട്ടത്തോടെ BJPയിലേക്ക് ചേക്കേറിയത് തന്നെ ഇതിനുള്ള ഒന്നാന്തരം ഉദാഹരണമാണല്ലോ. ഇനി തൃണമൂൽ കോൺഗ്രസിനും DMKയ്ക്കും അവർക്കും രാജ്യത്തെ ആദ്യ BJP മന്ത്രിസഭയിൽ അംഗമായ ഒരു ഭൂതകാലവുമുണ്ട്. NCP നേതാവായിട്ടുള്ള ശരത് പവാറിനും BJP വിലക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഉദ്ധവ് താക്കറെയുമായിട്ടുള്ള ഭിന്നത ഒഴിവാക്കുവാൻ മോദിയുടെ ഒരു ഫോൺ കോളിൻ്റെ ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി വന്നാൽ ശിവസേന ഷിൻഡെ വിഭാഗത്തെ
NDAയിൽ നിന്നും പുറത്താക്കാൻ വരെ ചിലപ്പോൾ മോദി തയ്യാറായാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. ഇതിനുള്ള സാധ്യത കൂടി മുൻനിർത്തിയാണ് പ്ലാൻ ബി BJP ഇപ്പോൾ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. കാരണം അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയാണെങ്കിൽ പ്ലാൻ ബിയിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒറ്റക്കക്ഷിയാവുന്ന BJP മറ്റ് കക്ഷികളിൽ അല്ലെങ്കിൽ അടർത്തിയെടുക്കാൻ പറ്റുന്ന ഘടകകക്ഷികളെ അടർത്തിയെടുത്തുകൊണ്ട് കേന്ദ്രത്തിൽ മൂന്നാമതും നരേന്ദ്രമോദി തന്നെ സർക്കാർ ഉണ്ടാക്കും. BJPയുടെ സർക്കാർ തന്നെ കേന്ദ്രം ഭരിക്കുകയും ചെയ്യും.